ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ എന്താണ് ടീച്ചിങ് മോഡൽ എന്നുള്ളതൊക്കെ പറഞ്ഞു, മോഡൽസ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. അവിടെ ബ്ലഡ് റിലേഷനിൽ വരുന്നവരൊക്കെ ഒരു ഫാമിലി എന്ന് പറയുന്നു. അതേപോലെ നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചിങ് മോഡൽസ് ഇങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന പല ടീച്ചിങ് മോഡൽസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. നമ്മുടെ ഒരു സൗകര്യാർത്ഥം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ്, സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ ഒരേ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസിനെയൊക്കെ പിടിച്ച് ഒരു ഗ്രൂപ്പാക്കാം, ഒരു ഫാമിലി ആക്കാം. അപ്പോൾ നമ്മുടെ കബോർഡൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സാരികളൊക്കെ ഒരു ഭാഗത്ത്, ചുരിദാറുകൾ ഒരു ഭാഗത്ത്, ഉടുപ്പുകൾ ഒരു ഭാഗത്ത്, ഷർട്ട് ഒരു ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അറേഞ്ച് ചെയ്യില്ലേ. അതേപോലെ നമ്മൾ ഇങ്ങനെ ഈ ചെതറി കിടക്കുന്നതിനൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഒരേ പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവ, അതേപോലെ ഒരേ മാതിരത്തെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്ന പോലെ ഒരേ പ്രിൻസിപ്പിൾസിൽ ഫോളോ ചെയ്യുന്ന അത്തരം ടീച്ചിങ് മോഡൽസിനെയൊക്കെ പിടിച്ച് നമ്മൾ ഒരു ഗ്രൂപ്പാക്കുക, ഒരു കാറ്റഗറി ആക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഓരോ കാറ്റഗറികളെയാണ് നമ്മൾ ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയാം. നമ്മുടെ ഒരു സൗകര്യാർത്ഥമാണ് അത് മനസ്സിലാക്കാനും, ഇന്ന ഗ്രൂപ്പിലാണ് ഒരേപോലത്തെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ഫാമിലി ആക്കി തിരിക്കുക. അപ്പോൾ നമുക്ക് 4 എണ്ണമാണ് നമ്മുടെ ബി എഡിൻ്റെ സിലബസ് പ്രകാരം മെയിനായിട്ട് 4 ഫാമിലിയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അല്ല, ഒന്നാമത്തേതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന, ഈ ഫാമിലിയുടെ ഉള്ളിൽ വരുന്ന ടീച്ചിങ് മോഡൽസൊക്കെ ലേണറുടെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ആയിരിക്കും. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക, അതാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസിൻ്റെയൊക്കെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ. ആ ഉദ്ദേശത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് മോഡൽസൊക്കെ ഈ ഫാമിലിയിലാണ് വരിക. ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുന്നു, നമ്മുടെ അതിനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ എന്തൊക്കെയാണ്, ഒരു സ്റ്റിമുലിയുടെ അടുത്ത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. അപ്പോൾ ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, അനലൈസ് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഡാറ്റകൾ എങ്ങനെ കളക്ട് ചെയ്യണം, അതിനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി വരുന്ന ടീച്ചിങ് മോഡൽസ് ആണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരിക. ഇനി അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാസ്റ്ററിങ്, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കണേ. മാസ്റ്ററിങ് ദ മെത്തേഡ്സ് ഓഫ് എൻക്വയറി എന്നുള്ള അന്വേഷണാത്മകത എന്നുള്ള ആ മെത്തേഡ്സ്, അതിൻ്റെ അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ത്വരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളർത്തിയെടുക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണോ അതിലൊക്കെ മാസ്റ്റർ ആവുക. ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കോർ ഉദ്ദേശം, ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതേമാതിരി ഫോസ്റ്ററിങ് ദ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി തിങ്ക് ചെയ്യുക. നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലോജിക്കലായിട്ടുള്ള ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ എബിലിറ്റി വർദ്ധിപ്പിക്കുക, ലോജിക്കൽ തിങ്കിങ് എന്നുള്ള എബിലിറ്റി വർദ്ധിപ്പിക്കലും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസിൻ്റെ ഒരു പർപ്പസാണ്. അടുത്തത് പറയുന്നത് ഈ ഫാമിലിയിൽ വരുന്ന മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ടീച്ചിങ് മോഡൽസ് ആണ്. ആദ്യത്തെ പറയുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്, ജെറോം എസ് ബ്രൂണറുടെ. പിന്നെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഹിൽഡ ടാബയുടെ. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ജെ റിച്ചാർഡ് സച്ച്മാൻ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഓസിബൽ. അത് ഓസിബലിനെ പഠിച്ചപ്പോൾ, നമ്മൾ ഓസിബലിൻ്റെ ലേണിംഗ് തിയറി ഒക്കെ പഠിച്ചപ്പോൾ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട്, ഈ അഡ്വാൻസ് ഓർഗനൈസർ മോഡലൊക്കെ. നിമോണിക്സ് മോഡൽ പ്രിസ്ലി, ലെവിൻ ആൻഡ് ആൻഡേഴ്സൺ. അടുത്തത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ കോൾബർഗ്, സീഗൽ ആൻഡ് പിയാഷെ. സയൻറ്റിഫിക് ഇൻക്വയറി മോഡൽ ജോസഫ് ഷാപ്പ്. നമുക്ക് വെറും ഇൻക്വയറി ട്രെയിനിങ് മോഡലുണ്ട്, അതേപോലെ സയൻറ്റിഫിക് ഇൻക്വയറി ട്രെയിനിങ് മോഡലും ഉണ്ട്, അത് ഓർത്ത് വയ്ക്കണേ. സിനറ്റിക്സ് മോഡൽ ബിൽ ഗോർഡൻ. ഇത്രയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ടീച്ചിങ് മോഡൽസൊക്കെ ഇത്രയാണുള്ളത്. ഇനി അടുത്ത് വരുന്ന ഫാമിലിയാണ് ദ പേഴ്സണൽ ഫാമിലി. പേഴ്സണൽ ഫാമിലി എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റി, ലേണറുടെ പേഴ്സണാലിറ്റിക്കുള്ള ഡെവലപ്മെൻറ്റിന് അതിന് ഫോക്കസ് ചെയ്യുന്ന ടീച്ചിങ് മോഡൽസൊക്കെയാണ് ഈ പേഴ്സണൽ ഫാമിലിയിൽ വരിക. ഈ നമ്മളെങ്ങനെയൊക്കെയാണ് ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുക, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുക, അങ്ങനെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്ന, അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ടീച്ചിങ് മോഡൽസ് ഉൾപ്പെടുന്നതാണ് ഇത് പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ടു ഇൻക്രീസ് ദ സ്റ്റുഡൻസ് സെൻസ് ഓഫ് സെൽഫ് വർത്ത്. നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത്, നമുക്കൊരു വില ഉണ്ട്, നമ്മൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള വിചാരമൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെ ഉണ്ടായാലല്ലേ നമുക്ക് എന്തും ചെയ്യാനൊക്കെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ആയിരിക്കും. അതുപോലെ ടു ഹെൽപ്പ് സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദംസെൽസ് മോർ ഫുള്ളി. ഒരു കുട്ടീനെ, ഒരു ലേണറിനെ അവനവനെ പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ടീച്ചിങ് മോഡൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്നത്. അടുത്തത് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് റിഫൈൻ ദെയർ ഇമോഷൻസിനൊക്കെ റിഫൈൻ ചെയ്തിട്ട് അതിനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ടീച്ചിങ് മോഡൽസ് ഉൾപ്പെടുന്നതാണ് ഈ പേഴ്സണൽ ഫാമിലി. നമ്മൾ ചില നേരത്ത് ചില ഇമോഷൻസ് ഒന്നും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസിൽ വല്ലാണ്ട് നമുക്ക് ആങ്കർ ഒന്നും കാണിക്കാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഭയങ്കര തീരെ സെൻസിറ്റീവ് ആയിരിക്കും. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും അത് ഭയങ്കര ഡൗൺ ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇമോഷൻസിനെയൊക്കെ റിഫൈൻ ചെയ്തെടുക്കണം. അതിനൊക്കെ സഹായിക്കുന്ന ടീച്ചിങ് മോഡൽസ് ഉൾപ്പെടുന്നതാണ് ഈ പേഴ്സണൽ ഫാമിലിയിൽ വരുന്നത്. അടുത്തത് ടു ഫോസ്റ്റർ ദ സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക. ആ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ് ഈ കുട്ടികളുടെ ഇൻഡിവിജ്വലായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യണത്. ഇനി അടുത്തത് ഈ ഫാമിലിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ പറയുന്നത് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, കാൾ റോജേഴ്സിൻ്റെയാണ്. അടുത്തത് എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം മോഡൽ, എബ്രഹാം മാസ്ലോ. അടുത്തത് അവെയർനെസ് ട്രെയിനിങ് മോഡൽ, വില്യം ഷുട്സ് ആൻഡ് ജോർജ് ബ്രൗൺ. അടുത്തത് ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽ, വില്യം ഗ്ലേഷ്യർ. ഇതൊക്കെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ടീച്ചിങ് മോഡലാണ്. ഇത്ര മാത്രമേ ഉള്ളൂ എന്നല്ല അതിൻ്റെ ഉദ്ദേശം. പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ഒരു BEd സ്റ്റുഡൻ്റ് എന്നുള്ള എഡ്യൂക്കേഷനിൽ നിൽക്കുന്ന കുട്ടികൾ എന്നുള്ളതുകൊണ്ട് വിട്ടുകളയാൻ പറ്റാത്ത ചില പേരുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. അടുത്തതാണ് സോഷ്യൽ ഫാമിലി. സോഷ്യൽ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഡെമോക്രാറ്റിക് പ്രോസസ്സിലൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലൊരു സോഷ്യലൈസിങ് സ്കില്ലും നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു സഹവർത്തിത്വമൊക്കെ കൊണ്ടുവരാനൊക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ഉൾപ്പെടുന്നതാണ് ഈ സോഷ്യൽ ഫാമിലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ലേണിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് മോഡൽസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ സോഷ്യൽ ഫാമിലി എന്ന് പറയുന്നത്. സോഷ്യലൈസ് ചെയ്യാന്നാണല്ലോ ഈ കൊളാബറേഷനും കോപ്പറേഷനും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുകയല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഒരു സോഷ്യലൈസിങ് സ്കില്ലിൻ്റെ റിഫ്ലക്ഷൻസ് വരും. നമ്മൾ എത്രത്തോളം നല്ല രീതിയിലാണ് മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഇടപഴകാനൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ മറ്റുള്ളവരുമായിട്ട് മൊത്തത്തിൽ നമ്മുടെ ഇടപഴകലിനൊക്കെ സഹായിക്കുന്ന ഒരു ഫാമിലിയാണ് സോഷ്യൽ ഫാമിലി എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണ്? ടു ട്രെയിൻ സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ. കുട്ടികളെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പരിശീലിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ പർപ്പസ്. ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ഞാൻ തന്നെ അങ്ങനെ ചെയ്യാൻ അല്ലാണ്ട് അങ്ങനെ നമുക്ക് എല്ലായ്പ്പോഴും നടക്കില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ സാധിച്ചെടുക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും നമ്മൾ എന്ത് വേണം? മറ്റുള്ളവരായിട്ട് കൂടി സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനും അതേമാതിരി എല്ലാം കൊണ്ടും നല്ലത് അങ്ങനെയാണ്. നമുക്കും മൊത്തത്തിൽ ഇൻഡിവിജ്വലി ഒരു സ്ട്രെയിൻ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ കൂട്ടത്തിൽ വർക്കിംഗ് ടുഗെദർ എന്നുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാം. അതേപോലെ ടു ഡെവലപ്പ് സ്കിൽസ് ഫോർ മെയിൻറ്റെയിനിങ് ഹ്യൂമൻ റിലേഷൻസ് മറ്റു മനുഷ്യരുമായിട്ടുള്ള നല്ല ഒരു ബന്ധമൊക്കെ വളർത്തിയെടുക്കുന്നതിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കുട്ടികളെ സഹായിക്കുക. അടുത്തത് ടു ഇൻകൾക്കേറ്റ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇൻകൾക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ടീച്ചിങ് മോഡൽസ് വരുന്ന ഒരു ഫാമിലിയാണ് ഈ സോഷ്യൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഈ ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, ജോൺ ഡൂയി, ഹെർബർട്ട് ഹെലൻ. അടുത്തത് റോൾ പ്ലേയിങ് മോഡൽ, ഫാനി ആൻഡ് ജോർജ് ഷാഫൽ. ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ, ഡൊണാൾഡ് ഒലിവർ, ജെയിംസ് പി ഷേവർ. ലബോറട്ടറി ട്രെയിനിങ് മോഡൽ, നാഷണൽ ട്രെയിനിങ് ലബോറട്ടറി. സോഷ്യൽ സിമുലേഷൻ മോഡൽ, ഹെലൻ, ഒലിവർ ആൻഡ് ഷേവർ. ഇത്രയാണ് ഇതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസ്. ഇനി പറയുന്ന ഫാമിലിയാണ് ദ ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലി. ഇത് പറയുന്നത് നമ്മുടെ ലേണറുടെ ബിഹേവിയർ,
വിസിബിൾ ആയിട്ടുള്ള ബിഹേവിയറിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക, ചേഞ്ചസ് കൊണ്ടുവരിക, സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം, നല്ല ഡിസൈറബിൾ ആയിട്ടുള്ള വ്യത്യാസം, ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെൻറ്റ് പാരഡൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേണിംഗ് തിയറിയിലെ സ്റ്റിമുലസും റെസ്പോൺസും റീഇൻഫോഴ്സ്മെൻറ്റും ഒക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡെവലപ്പ് ദ കോമ്പിറ്റൻസി ടു അഡോപ്റ്റ് ബിഹേവിയർ സ്റ്റൈൽസ് അപ്രോപ്രിയേറ്റ് ടു ഗിവൺ സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷനും ഓരോ സാഹചര്യത്തിനും പറ്റിയിട്ടുള്ള അതിന് ഉതകുന്ന തരത്തിലുള്ള ബിഹേവിയറുകൾ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഇപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ ഒരു തരത്തിലാണ് നമ്മൾ പെരുമാറുക, അതുമാതിരിയല്ല ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ പെരുമാറുക. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ക്ലാസ്സിൽ ടീച്ചർ വരണ വരെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ബിഹേവിയർ ആയിരിക്കില്ല ടീച്ചർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷനും ഉതകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ മാറ്റിയെടുക്കുക, മോഡിഫിക്കേഷൻ കൊണ്ടുവരിക, അത്തരം അഡോപ്ഷൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ടീച്ചിങ് മോഡൽസ് ഈ ഫാമിലിയിലാണ് വരിക, ബിഹേവിയറൽ സിസ്റ്റംസ് ഫാമിലിയിൽ. അടുത്തത് ടു ലേൺ സ്ട്രാറ്റജീസ് ഫോർ സെൽഫ് കൺട്രോൾ ത്രൂ ഓപ്പറൻറ്റ് മെത്തേഡ്സ്. നമ്മുടെ സെൽഫ് കൺട്രോളിനുള്ള നമ്മൾ സ്വന്തമായിട്ടൊന്ന് നിയന്ത്രിച്ച് നിർത്തണം. എല്ലാതും നമുക്കിങ്ങനെ പൊട്ടിത്തെറിക്കാൻ പറ്റില്ല എല്ലാ സമയത്തും. അപ്പോൾ നമുക്ക് എല്ലാ സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും നമ്മളൊന്ന് സെൽഫ് കൺട്രോളിൽ നിൽക്കണം എപ്പോഴും ലേണർ. അപ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ള സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചിങ് മോഡൽസ് ഒക്കെ ഈ ഫാമിലിയിൽ നിന്നാണ് വരിക. അടുത്തത് ടു മാസ്റ്റർ ടെക്നിക്സ് ഫോർ സ്ട്രെസ് റിഡക്ഷൻ. സ്ട്രെസ് നമുക്ക് സമ്മർദ്ദമൊക്കെ കുറയ്ക്കാനുള്ള ടെക്നിക്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് മോഡൽസ് ഈ ഫാമിലിയിലാണ് വരിക. അടുത്തത് ടു ഫോസ്റ്റർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്ന, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ഈ ബിഹേവിയർ സിസ്റ്റംസ് ഫാമിലിയിലാണ് വരിക. അപ്പോൾ ഇനി ഈ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് മാസ്റ്ററി ലേണിംഗ് മോഡലാണ്, ബെഞ്ചമിൻ എസ് ബ്ലൂം. അടുത്തത് കണ്ടിൻജൻസി മാനേജ്മെൻറ്റ് മോഡൽ, BF സ്കിന്നർ. അടുത്തത് സോഷ്യൽ ലേണിംഗ് മോഡൽ, ആൽബർട്ട് ബണ്ടൂര. അടുത്തത് സിമുലേഷൻ മോഡൽ, കാൾ സ്മിത്ത് ആൻഡ് മേരി സ്മിത്ത്. അടുത്തത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ, ടോം ഗുഡ് ആൻഡ് അതേഴ്സ്. ഇത്രയാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഫാമിലീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ ഫാമിലി ഉണ്ട്, സോഷ്യൽ ഫാമിലി ഉണ്ട്, ബിഹേവിയർ ഫാമിലി ഉണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ഈ 4 എണ്ണമാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പേഴ്സണൽ ഫാമിലി, സോഷ്യൽ ഫാമിലി ആൻഡ് ബിഹേവിയർ ഫാമിലി. ഈ 4 എണ്ണമാണുള്ളത്. ഇതിൽ 4ലും വരുന്ന ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ ടീച്ചിങ് മോഡൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രയാണ് ടീച്ചിങ് മോഡലിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളൂ. ഇനി ഇതിൽ ഓരോന്ന് മെയിനായിട്ട് വരുന്ന ഒരു 3-4 ടീച്ചിങ് മോഡൽസ് ഉണ്ട്. അതും കൂടിയാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി പറയാനുള്ളത്. അത് നമുക്കിനി വഴിയേ ചെയ്യാം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. താങ്ക് യു.